എപ്പോൾ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് പുറപ്പെടാൻ നിന്നാലും എനിക്ക് അപ്പം എൻ്റെ സ്കൂൾ കാലഘട്ടം ഓർമ്മ വരും കേട്ടോ. പണ്ടൊക്കെ ഞങ്ങൾ സ്കൂളിലേക്ക് പുറപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് പൊട്ടും പൗഡറും ഒക്കെ ഇട്ട് ഒരു കുറിയൊക്കെ ഇട്ട് കണ്ണൊക്കെ നല്ല നീട്ടി എഴുതിയിട്ടുള്ളൊരു സമയം ഉണ്ടായിരുന്നു കേട്ടോ. ആ ഇടയ്ക്കാണ് കേട്ടോ ഈ ഐലീനർ ട്രെൻഡിങ് ആയി വന്നത്. ഞാൻ 8ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് തോന്നുന്നുണ്ട് ഈ ഐലീനർ ഒന്നും കൂടി ട്രെൻഡിങ് ആയി വന്നത്. അപ്പോൾ അതെങ്ങനെ എഴുതണം, എവിടെ പ്രയോഗിക്കണം എന്ന് അറിയാത്തൊരു സമയത്ത് ഞാനതിന് കുറേ വാലൊക്കെ ഇട്ട് എഴുതി ആറെന്നുള്ളതിൻ്റെ രമ്യ എന്നുള്ളതിൻ്റെ അക്ഷരത്തിൻ്റെ ആറൊക്കെ ഇട്ടിട്ട് എഴുതി പോയിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ദിവസം എന്നോട് കണക്ക് ടീച്ചർ ചോദിച്ചു, എന്താ രമ്യ ഈ ആറെന്ന് ഇടുന്നതിൻ്റെ ഇതെന്താണ്? അപ്പോൾ ഞാൻ പറഞ്ഞു ടീച്ചർ രമ്യ എന്നുള്ളതിൻ്റെ ആറാണെന്ന്. ടീച്ചർ എന്താ ഉദ്ദേശിച്ചാണ് ചോദിച്ചത് എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഈ ലിപ്സ്റ്റിക്ക് എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഇട്ട് തുടങ്ങിയതാണ് കേട്ടോ. അല്ലാണ്ട് ആ ഒരു സമയത്ത് നമുക്ക് ആ ഒരു ലിപ്സ്റ്റിക്കിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഒന്നിനെ പറ്റിയിട്ടോ ഒരു ധാരണയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു സമയത്ത് ഇപ്പോഴത്തെ ഉള്ളൊരു ഇതും കൂടിയും ഞാൻ വെച്ച് കമ്പയർ ചെയ്യട്ടെ. അപ്പോൾ എൻ്റെ മുടി ഞാൻ ബൊട്ടോക്സ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. സ്മൂത്തനിങ് ചെയ്തതാണ്. അപ്പോൾ ഹെയർ ഗ്രോത്ത് ഉണ്ടായതുകൊണ്ട് തന്നെ ഒരു പഴയ മുടി അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത ഇതിൽ കാണിക്കാം കേട്ടോ. പിന്നെ ഇത് നല്ല മണമുള്ളൊരു ബോഡി ലോഷനാണ് കേട്ടോ. എന്ത് മണമെന്ന് പറയാം, നല്ല ഭയങ്കര സ്മെല്ലാണ് കേട്ടോ. എനിക്ക് ചേച്ചി കൊണ്ടുവന്ന് തന്നിട്ടുള്ളതാണ് കേട്ടോ. അത് ഭയങ്കര സ്മെല്ലാണ്. അപ്പോൾ അതിൻ്റെ അത് നമ്മൾ ഇങ്ങനെ എന്താ പറയുക, ഊതിൻ്റെയൊക്കെ ഒരു സ്മെല്ലാണ് കേട്ടോ. അത് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ അതിന് എത്ര സ്മജ് ചെയ്യണോ അതിനോടത്തോളം അതിങ്ങനെ മണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. നമുക്ക് ഇങ്ങനെ ഈ ഒരു വിയർപ്പ് വരുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്കത് കൂടുതലായിട്ട് ഉപയോഗിക്കാം എന്നുള്ളത് തോന്നുന്നു കേട്ടോ. കാരണം അത്രയ്ക്ക് അതിന് സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും അത് എടുത്തടിക്കണം കേട്ടോ. പിന്നെ എൻ്റെ ഹെയർ സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ കാലത്ത് അതേപോലെയുള്ള ഹെയർ സ്റ്റൈലാണ് കേട്ടോ സ്കൂൾ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഇതുപോലുള്ളൊരു ഹെയർ സ്റ്റൈൽ സൈഡ് വകയൊക്കെ ആയിട്ട് എടുത്ത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അപ്പോൾ എപ്പോൾ നോക്കിയാലും വീണ്ടും വീണ്ടും അത് രണ്ടെണ്ണമൊക്കെ ഇങ്ങനെ എടുത്ത് ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ. പിന്നെ ഇതെന്ന് പറയുന്നത് ഇതും അതന്നെയാണ് കേട്ടോ. സ്പ്രേ ചേച്ചി കൊണ്ടുവന്ന് തന്നിട്ടുള്ള സ്പ്രേ ആണ്. നല്ല സ്മെല്ലാണ് കേട്ടോ. ഞാൻ അതിനെടുത്ത് അടിക്കണം. എൻ്റെ ഒരു ഇതിൽ കണ്ണിലും കൂടി എടുത്ത് അടിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം അടിക്കാതെ പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഞാൻ എൻ്റെ എല്ലാ അടയാഭരണങ്ങളും എടുത്ത് അണിഞ്ഞൊരുങ്ങാതെ പിന്നെ ഒരു വഴിക്ക് ഞാൻ പോവില്ലല്ലോ. അപ്പോൾ പിന്നെ അതൊക്കെ എടുത്ത് ഇതാ ഫൈനൽ ലുക്ക് ഞാനൊരു കുറിയും കൂടി തൊട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു കുറി തൊട്ട് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ടാറ്റാ.